പീഡന കേസുകൾ ഒന്നൊന്നായി വരിഞ്ഞു മുറുകുന്നു. ജയസൂര്യയും ദിലീപിന്റെ പാതയിലും. പീഡന കേസുകൾ തുടർച്ചയായി വരാൻ തുടങ്ങിയതോടെ നടൻ ജയസൂര്യയുടെ കാര്യം പരുങ്ങലിലായിരിക്കുകയാണ്. മലയാള സിനിമയിലെ രണ്ടാം നിരയിലെ പ്രമുഖ നായിക നടന്മാരിൽ ഒരാളായ ജയസൂര്യ ഇപ്പോൾ കുടുംബസമേതം അമേരിക്കയിലാണുള്ളത്. ലൈംഗിക പീഡന കേസുകളിൽ കുറ്റാരോപിതനായ ജയസൂര്യയെ ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കുവാനും കേരളത്തിലേക്ക് വിളിച്ചു വരുത്തുമെന്നുള്ള സൂചനകളാണ് അന്വേഷണ സംഘത്തിന്റെ പക്കൽ നിന്നും ലഭിക്കുന്നത്. എന്നാൽ തനിക്കെതിരെയുള്ള കേസുകളിൽ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം എടുക്കാനുള്ള നീക്കങ്ങൾ ജയസൂര്യ നടത്തുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. കൊച്ചിയിലെ പ്രമുഖ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് ഇതിനായുള്ള നീക്കങ്ങൾ നടത്തിവരുന്നതായാണ് താരത്തിനോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. മലയാള സിനിമയിൽ ദിലീപിന് ശേഷം സ്വന്തമായി ഒരു താരപരിവേഷമുണ്ടാക്കിയ രണ്ടാം നിര നായിക നടന്മാരിൽ ഒരാളാണ് ജയസൂര്യ. സ്വന്തമായി ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും ഉണ്ടാക്കാൻ ശേഷിയുള്ള ജയസൂര്യ ലൈംഗിക വിവാദത്തിൽ കുടുങ്ങിയത് അദ്ദേഹത്തിന്റെ ഇമേജിനെ ദോഷമായി ബാധിച്ചിട്ടുണ്ട്. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്ക് നേരെ ലൈംഗികാതിക്രമണം നടത്തിയെന്ന പരാതിയിലാണ് ജയസൂര്യക്കെതിരെ പോലീസ് രണ്ടാമത്തെ കേസെടുത്തിരിക്കുന്നത്. കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറും. ജയസൂര്യക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന രണ്ടാമത്തെ കേസാണിത്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ആദ്യത്തെ കേസെടുത്തത്. 2008 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ഒരു ഭാഗം സെക്രട്ടേറിയറ്റിൽ വെച്ച് ചിത്രീകരിച്ചിരുന്നു. ഇതിനിടെ ജയസൂര്യ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന് നടി മിനു സുധീർ ആയിരുന്നു പരാതി നൽകിയത്. IPC 354, 354A, 509 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിട്ടുണ്ട്. ജയസൂര്യ അടക്കം 7 പേർക്കെതിരെയാണ് നടി പരാതി നൽകിയത്. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ആലുവയിലെ വീട്ടിലെത്തി നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരുടെയും മൊഴി കന്റോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ജയസൂര്യയ്ക്ക് പുറമെ മുകേഷ്, ഇടവേള ബാബു, മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെയും നടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇവരെ കൂടാതെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു എന്നിവരിൽ നിന്നും അതിക്രമം നേരിട്ടതായി നടി ആരോപിച്ചിരുന്നു. ഈ ആരോപണങ്ങളെല്ലാം തെളിയിക്കപ്പെട്ടാൽ ദിലീപിന് ശേഷം അഴിക്കുള്ളിലാകുന്ന പ്രമുഖ നടനായി ജയസൂര്യ മാറുന്ന കാഴ്ച മലയാള സിനിമാ ലോകത്തിന് കാണേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല.